ക്രിസ്തുവിൽ പുതുജീവിതം പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളോട് സംസാരിപ്പാനുള്ളത്, ദൈവവചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിപ്പാനുള്ളത് എന്തെന്ന് നമുക്ക് ശ്രദ്ധയോടുകൂടെ തന്നെ ആയിരിക്കാം. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സംസാരിച്ചത് ആദത്തിൽ വീണുപോയ സ്വഭാവമുള്ള ഫോളൻ നേച്ചർ ഉണ്ടായിരുന്ന ആദത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നും നമ്മളെ ക്രിസ്തുവിലേക്ക് ദൈവം നടത്തി. ക്രിസ്തുവിൻ്റെ സ്വഭാവവും ക്രിസ്തുവിൻ്റെ സകലവിധമായിട്ടുള്ള സവിശേഷതകളും നമ്മൾക്ക് ദൈവം യേശു ക്രിസ്തു മുഖാന്തരമായി നൽകി. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ രണ്ട് സ്വാധീനങ്ങളും നമ്മുടെ മേലുണ്ട്. ഒന്ന്, ആദത്തിൻ്റെ വീണുപോയ സ്വഭാവത്തിൻ്റെ സ്വാധീനം നമ്മുടെ മേലുണ്ട്. ക്രിസ്തുവിൻ്റെ ജയത്തിൻ്റെ സ്വാധീനവും നമ്മുടെ മേലുണ്ട്. അപ്പോൾ നമ്മൾ ഏതിനാണ് നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുന്നത്, ഏതിലാണ് നമ്മളെ തന്നെ നിലനിൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, അതായിരിക്കും നമ്മളെ വാഴുന്നത്. ക്രിസ്തുവിൻ്റെ ജയമാണ് നമ്മളിൽ വാഴേണ്ടുന്നതെങ്കിൽ നമ്മൾ അതിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ആ ജയം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഇതേ വിഷയത്തിൽ തന്നെ നമ്മൾ കൂടുതൽ ദൈവസന്നിധിയിൽ നിന്ന് ദൈവഹിതം എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോസ്തലനായ പൗലോസ് താൻ പല പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന എന്ന് പറയുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ പ്രാർത്ഥന എന്തൊക്കെയാണ് പൗലോസ് അപ്പോസ്തലൻ ആ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ഒരു വർധനവിന് ആ പ്രാർത്ഥന എങ്ങനെയാണ് ഫലിക്കുന്നത് എന്ന വിഷയങ്ങളായിരിക്കും നമ്മൾ ഇന്ന് നോക്കുവാൻ പോകുന്നത്. ആദാമിൻ്റെ വീണുപോയ സ്വഭാവത്തിൻ്റെ സാദൃശ്യത്തിലായിരുന്ന നമ്മളെ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോട് ദൈവം കൊണ്ടുവരികയാണ്. അതിനോട് നമ്മളെ ഏകീഭവിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിനെ ധരിക്കുന്നത് മൂലം. യേശു കർത്താവിൻ്റെ ആ സ്വഭാവ സവിശേഷത നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നതാണ് നമ്മുടെ ജയജീവിതം എന്ന് പറയുന്നത്. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമുക്ക് ആ വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. ഈ വേദഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥനകളൊന്നും തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഭൗതികമായ നന്മ ലഭിക്കേണ്ടതിന് വേണ്ടിയ പ്രാർത്ഥനയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഭൗതികമായ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കാത്തത്? കാരണം അദ്ദേഹത്തിനറിയാം, ഈ ഭൂമിയിൽ ഭൗതികമായ നന്മ എന്ന് പറയുന്നതെല്ലാം തീർന്നു പോകുന്നതാണ്, അത് അവസാനിക്കുന്നതാണ്. എന്നാൽ സ്വർഗീയമായത്, ദൈവഹിതപ്രകാരമുള്ളത്, ദൈവികമായത് അതൊന്നും നശിച്ചു പോകത്തില്ല. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു സെൽഫ്ലെസ് പ്രെയർ ആണ് താൻ പ്രാർത്ഥിക്കുന്നത്. തനിക്ക് വേണ്ടിയല്ല, തൻ്റെ ഭൗതിക നന്മകൾക്ക് വേണ്ടിയിട്ടല്ല, തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചൊന്നുമല്ല താൻ പ്രാർത്ഥിക്കുന്നത്. മറിച്ച് ക്രിസ്തുവേശു എന്താണെന്നും ക്രിസ്തുവേശു ചെയ്തു വെച്ച കാര്യങ്ങൾ നമ്മളെ ബലപ്പെടുത്തേണ്ടതിന്, അത് തിരിച്ചറിയാൻ വേണ്ടിയും അത് മനസ്സിലാക്കാൻ വേണ്ടിയുമുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്കും ഈ പ്രാർത്ഥനയെ ഒന്ന് മാതൃകയാക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഫോക്കസ്ഡ് ആകുവാൻ, നമ്മൾ കുറച്ചുകൂടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്ന വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. അപ്പോൾ
ഇവിടെ എന്തുകൊണ്ടാണ് താൻ ഇതുപോലെ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എഫെസോസിലെ വിശ്വാസികളെ സംബന്ധിച്ച് ഭയങ്കര ശക്തനായിരിക്കുന്ന ഒരു ദൈവദാസനാണ്. ശക്തൻ എന്ന് പറഞ്ഞാൽ എഫെസോസിൽ പൗലോസ് അപ്പോസ്തലനെ കൊണ്ട് ദൈവം ചെയ്തിച്ച വീര്യപ്രവർത്തികൾ എന്ന് പറയുന്നത് അസാധാരണമായ വീര്യപ്രവർത്തികളാണെന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അസാധാരണമായ വീര്യപ്രവർത്തികൾ ചെയ്യുന്ന പൗലോസ് അപ്പോസ്തലനെ അവർ കണ്ടിട്ടുണ്ട്. തൻ്റെ ശരീരത്തിൽ നിന്ന് തൻ്റെ ഏപ്രനും റൂമാലും ഉത്തരീവും ഒക്കെ എടുത്ത് കൊണ്ടുപോയി രോഗികളുടെ മേലിട്ട് അവർക്ക് സൗഖ്യം പ്രാപിക്കുന്നത് വരെ കണ്ട് ആ ഒരു നിലവാരത്തിലുള്ള ഡെമോൺസ്ട്രേഷനാണ് ദൈവത്തിൻ്റെ ആത്മാവ് തന്നിലൂടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും അസാധാരണമായ വീര്യപ്രവർത്തികൾ ചെയ്ത ആത്മീയനായിരിക്കുന്ന മനുഷ്യൻ ഇന്ന് ജയിലിൽ കടക്കുകയാണ്. നമുക്കറിയാം എഫേസ്യർക്ക് എഴുതിയ ലേഖനം എഴുതി തന്നിരിക്കുന്നത് കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ടാണെന്ന് നമുക്കറിയാം. അവിടെ അത്രയും ഉന്നത നിലവാരത്തിൽ അവർ കണ്ടിരുന്ന സൂപ്പർമാനായിട്ട് അവർ കണ്ടിരിക്കുകയാണ്. ഭയങ്കര ശക്തനായിരിക്കുന്ന ദൈവദാസനായി കണ്ടിരിക്കുന്ന മനുഷ്യൻ ഇന്ന് ജയിലിൽ കിടക്കുമ്പോൾ ആ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടുവാൻ എഫെസോസിലെ വിശ്വാസികൾക്ക് സാധിക്കാതെ വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ധൈര്യം ചോർന്നുപോയി. അവർ ഇനി തങ്ങൾക്ക് ഒരു ദോഷവും വരത്തില്ലെന്നും തങ്ങളെ കർത്താവ് നിർത്തിയിരിക്കുന്ന ആ നിലവാരം വലുതായിരിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും വരത്തില്ലെന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ നോക്കുമ്പോൾ അവരോട് ഈ വചനം പറഞ്ഞു തന്ന ഈ അപ്പോസ്തലനായ പൗലോസ് അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്തയാൾ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യം മുഖാന്തരമായിട്ട് അവരുടെ ധൈര്യം ചോർന്നുപോയി. വിഷയങ്ങളൊന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ അവർ ശക്തരായിരുന്നു, ഭയങ്കര ധൈര്യമുള്ളവരായിരുന്നു. എന്നാൽ ഒരു വിഷയം വന്നപ്പോൾ അവരുടെ ധൈര്യം നഷ്ടപ്പെട്ടു പോയി. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് നാം ഓരോരുത്തരും അതുപോലെ തന്നെയാണ്. നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു കുഴപ്പവുമില്ല. പക്ഷേ ചില വിഷയങ്ങളെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ധൈര്യം ചോർന്നു പോകും. ഇന്ന് ദൈവത്തിൻ്റെ മക്കൾ ഇന്ന് തിരിച്ചറിയേണ്ടുന്ന ഒരു സത്യം, നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിലൂടെ കടന്നു പോകുവാൻ ദൈവം നമ്മളെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നഷ്ടത്തിനല്ല, അത് നമ്മുടെ ജീവിതത്തിൽ നാശത്തിനല്ല, നമ്മുടെ ജീവിതത്തിൽ അത് നന്മയ്ക്കായിട്ടാണ് എന്ന് മറന്നു പോകരുത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, തനിക്ക് താൻ ഏറ്റിരിക്കുന്ന ആ കഷ്ടങ്ങൾ അത് മുഖാന്തരമായിട്ട് നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. കാരണം അത് നിങ്ങളുടെ മഹത്വമാകുവാൻ പോകുകയാണ്. അപ്പോൾ ഏതൊരു കഷ്ടങ്ങളിലൂടെ കടന്നുപോയാലും അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നാശത്തിനായിട്ടല്ല, അവിടെയൊക്കെയും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ടാണ് ആ സാഹചര്യങ്ങൾ ദൈവം ഇടയാക്കുന്നത് എന്ന് മറന്നു പോകരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്? ഒരു മനുഷ്യരും സൂപ്പർമാൻമാരല്ലെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതൊക്കെയും നല്ലതാണ്. എന്തുകൊണ്ടാണ് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ നിഗളിച്ചിട്ട് നമ്മൾ ദൈവസാന്നിധ്യം വിട്ടുപോകുവാൻ സാധ്യതയുണ്ട്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന ദൈവമാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിഗളം കയറും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പലവട്ടം തൻ്റെ ഒരു ബലഹീനത മാറുവാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. ഈ ജയജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ബലഹീനതയെ ഓവർകം ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്നതാണെന്നുള്ള ബോധ്യതയിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ബലഹീനതകളെ മറികടക്കുവാൻ, ജയിക്കുവാൻ, ബലഹീനതകളിൽ കുടുങ്ങിപ്പോകുവാനല്ല, ബലഹീനതകളെ മറികടക്കുവാൻ, ജയിക്കുവാൻ നമ്മളെ സഹായിക്കുമെന്നുള്ള ബോധ്യതയിൽ നമുക്ക് ജയകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലും താൻ അപ്രകാരമുള്ളൊരു ജീവിതമാണ് നയിച്ചത്. ഇവിടെ തനിക്കേറ്റ കഷ്ടം
താൻ അനുഭവിക്കുന്ന ദുഃഖം അല്ലെങ്കിൽ പ്രയാസം, താനിപ്പോൾ കിടക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് സ്തോത്രം നിങ്ങളുടെ മഹത്വമാകുന്നത് കൊണ്ട് അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത്. ഇന്ന് നിങ്ങളോടുള്ള ദൈവികമായ ദൂത്, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, സാഹചര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങളുടെ ധൈര്യം നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പോൾ മാനുഷികമായിരിക്കുന്ന നമ്മൾ സാഹചര്യങ്ങളെ നോക്കുമ്പോൾ നമ്മുടെ ധൈര്യം നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. നമുക്ക് സംശയം വരും, നമുക്ക് ഭയം വരും, അല്ലേ? നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിയായ ഭയം വരും. അപ്പോൾ ആ ഭയത്തിൽ നിന്നും ആ പ്രയാസത്തിൽ നിന്നും ഒരു ജയകരമായ ഒരു ജീവിതം, ആ സാഹചര്യത്തെ ജയിക്കുന്ന ഒരു അനുഭവം നമുക്ക് വേണം എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അതുനിമിത്തം പൗലോസ് പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നത്? ഈ ഒരു വേദഭാഗത്ത് അത് എടുത്തു പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം, ദൈവത്തെ തൻ്റെ പൂർണ്ണതയിൽ താൻ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ ഔന്നിത്യത്തെ, ദൈവത്തിൻ്റെ പരമാധികാരത്തെ താൻ മനസ്സിലാക്കിക്കൊണ്ട് താൻ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ സറണ്ടർ ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെയും നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുന്നതിനെക്കുറിച്ച്, ദൈവത്തിന് കീഴ്പ്പെടുന്നതിനെക്കുറിച്ച്, നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നതിനെക്കുറിച്ച്, ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെയും സംസാരിച്ചിരിക്കുമ്പോൾ അത് തന്നെ ഇവിടെ ഊന്നി പറയുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ മുട്ടുകുത്തുകയാണ്, തന്നെ സറണ്ടർ ചെയ്യുകയാണ്. നമ്മൾ ഓരോരുത്തരും ദൈവം എൻ്റെ പിതാവാണ്, ദൈവം എൻ്റെ സ്നേഹിതനാണ്, യേശു എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ മണവാളനാണ്, എനിക്ക് നല്ല ഹൃദയബന്ധമുണ്ട് യേശുവുമായിട്ട്, ദൈവവുമായിട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ബഡി എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ അളിയാന്നൊക്കെ വിളിക്കുന്ന ഒരു കൂട്ടുകെട്ട് ഭാഗമുണ്ട്. ദൈവവുമായിട്ടുള്ള ബന്ധം അതുപോലെയല്ല. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ബഹുമാനം കർത്താവിന് നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യണം. ആ ഒരു കാര്യം ഇവിടെ വീണ്ടും കാണിക്കുകയാണ്. പരമാധികാരിയായിരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ പൗലോസ് അപ്പോസ്തലൻ മുട്ടുകുത്തുകയാണ്, തന്നെ സറണ്ടർ ചെയ്യുകയാണ്. ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോകരുത്. ഇന്ന് പല ശുശ്രൂഷകരും അവരുടെ ജീവിതത്തിൽ വന്നു പോയേക്കുന്ന പാകപ്പഴ, അല്ലെ പല വിശ്വാസികളുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന തെറ്റ് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പരമാധികാരത്തെ മനസ്സിലാക്കാതെ ദൈവം പിതാവാണ്, പിതാവിനോട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ സ്വാതന്ത്ര്യം ദൈവഭയം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ട് എന്ത് തോന്നിവാസം കാണിച്ചാലും, എന്ത് ലോകപ്രകാരമുള്ള കാര്യം കാണിച്ചാലും ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ധാരണയും അങ്ങനെയുള്ളൊരു പഠിപ്പിക്കലും ഇന്ന് നടക്കുന്നുണ്ട്. അത് തെറ്റാണ്. പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നത്, ആമേൻ, തന്നെ ആ വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്ത്തുകയാണ്, സറണ്ടർ ചെയ്യുകയാണ്. അവിടെ നിന്ന് സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സകലത്തിനും കാരണഭൂതനായ പിതാവിൻ്റെ, ഈ ലോകത്തിലുള്ള സകല കുടുംബങ്ങൾക്കും പിതാവ് എന്ന ഒരു സ്ഥാനം വരുവാൻ കാരണമായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് താൻ മുട്ടുകുത്തുന്നത്, താൻ തന്നെ സറണ്ടർ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി സറണ്ടർ ചെയ്തിട്ട് താൻ വീണ്ടും പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുകയാണ്. നമുക്ക് ആ വേദഭാഗങ്ങളിലേക്ക് വരാം. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. 16-ാം വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം തൻ്റെ ആത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഡെപ്ത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അകത്തെ മനുഷ്യൻ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുതിയ മനുഷ്യൻ, അല്ലെ ആത്മമനുഷ്യൻ, പൗലോസ് അപ്പോസ്തലൻ ആമേൻ അകത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ എന്നാണ്.
ആ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നതാണ് നമ്മളുടെ ധൈര്യം. പുറത്തെ മനുഷ്യൻ നോക്കുമ്പോൾ, പ്രതിസന്ധികൾ കാണുമ്പോൾ, അകത്തെ മനുഷ്യൻ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുതിയ മനുഷ്യൻ, ആ മനുഷ്യൻ ശക്തിപ്പെട്ട് ബലപ്പെട്ട് ആ മനുഷ്യൻ നോക്കുമ്പോൾ കാണുന്നത് അധൈര്യപ്പെട്ടു പോകുന്ന കാര്യമല്ല, ധൈര്യപ്പെടുവാനുള്ള കാര്യം. ഈ ലോകത്തിൽ നമുക്ക് അധൈര്യപ്പെടുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. നമ്മുടെ ധൈര്യം ചോർത്തിക്കളയുന്ന സാഹചര്യങ്ങൾ വരും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മൾ ക്ഷീണിച്ചു പോവും, നമ്മൾ മടുത്തു പോവും. നമ്മുടെ ജീവിതത്തിൽ എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര മടുപ്പ്, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല, ശൂന്യമായി പോവും. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെയും വരുമ്പോൾ സ്തോത്രം, നമ്മുടെ അകത്ത് മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. എന്തുകൊണ്ടാണ് ഈ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണമെന്ന് പറയുന്നത്? കാരണം പുറത്തെ മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യന് ആദാമിൻ്റെ സ്വഭാവവും അകത്തെ മനുഷ്യന് ക്രിസ്തുവിൻ്റെ സ്വഭാവവുമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അധൈര്യപ്പെട്ടു പോകരുത്, ധൈര്യപ്പെടുക എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, പുറത്തെ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട്, അല്ലെങ്കിൽ ഈ ജഡമനുഷ്യൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ മൊത്തം പ്രശ്നമായിട്ടാണ് കാണുന്നത്, പ്രതികൂലമായിട്ടാണ് കാണുന്നത്. ഇപ്പോഴും നിങ്ങൾ അങ്ങനെയല്ലേ കാണുന്നത്? ഇപ്പോഴും നമ്മൾ ഓരോരുത്തരും കാണുന്നത്, ഏറ്റവും ആദ്യമേ കാണുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്രശ്നങ്ങളെയാണ് കാണുന്നത്. അതാണ് പുറത്തെ മനുഷ്യൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ ഈ ജഡമനുഷ്യൻ്റെ സ്വഭാവം. അവൻ കാണുന്നത് എപ്പോഴും അവൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രശ്നങ്ങളെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ധൈര്യം ചോർന്നു പോകുന്നത്. അപ്പോൾ അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ യഥാർത്ഥമായുള്ളത് നമ്മൾ കാണേണ്ടതിന് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടാൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. വീണ്ടും വചനം പറയാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. എന്തുകൊണ്ടാണ് ക്രിസ്തു വിശ്വാസത്താൽ ഹൃദയത്തിൽ വസിക്കുക എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ക്രിസ്തു യേശുവാണ് ജയിച്ചവൻ. തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ആ വലിയ ദൗത്യം പൂർത്തീകരിച്ച് ജയിച്ച് മഹത്വത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നത് ക്രിസ്തു യേശുവാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം വചനം പറയുകയാണ്, സ്തോത്രം, തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം യഥാർത്ഥമായി ഓടി പൂർത്തീകരിച്ച ക്രിസ്തു യേശുവിനെയാണ് നമ്മൾ നോക്കേണ്ടുന്നത്, മാതൃകയാക്കേണ്ടത്. നമുക്ക് ആ വേദഭാഗം കൂടി ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരിക്കുവാൻ പറഞ്ഞാട്ടെ, ക്ഷീണിച്ച് മടുക്കാതെ ഇരിക്കുവാൻ. അപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് ക്ഷീണമുണ്ടാകും, മടുപ്പുണ്ടാകും, നമ്മുടെ ധൈര്യം ചോർന്നു പോകും, ഭയം കയറി വരും. ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ നോട്ടം ഈ ലോകത്തിൻ്റെ മനുഷ്യരെയോ വ്യക്തികളെയോ അല്ല നമ്മൾ നോക്കേണ്ടുന്നത്. എവിടെ നോക്കണമെന്നാണ് പറയുന്നത്? വിശ്വാസത്തിൻ്റെ നായകൻ, പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കുക. പൗലോസ് അപ്പോസ്തലൻ അസാധാരണമായ വീര്യപ്രവൃത്തി ചെയ്ത അവരുടെ ലീഡറാണ്, അവരുടെ നേതാവാണ്. അവരുടെ നോട്ടം പൗലോസ് അപ്പോസ്തലനിലേക്ക് നോക്കിയപ്പോൾ ഇന്ന് തന്നെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. ഒരു പ്രശ്നവും വരത്തില്ലെന്ന് ഓർത്തുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ താൻ ഇന്ന് ജയിലിൽ കിടക്കുകയാണ്. ആ ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തിലായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ ആ ജയിലിൽ കടന്നുകൊണ്ട് പറയുകയാണ്, തനിക്കേറ്റ കഷ്ടം നിങ്ങളുടെ മഹത്വമാകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. ക്ഷീണിച്ച് മടുക്കാതിരിക്കേണ്ടതിന് പൗലോസ് അപ്പോസ്തലനിൽ നിന്നുള്ള നോട്ടം മാറ്റിയിട്ട് ക്രിസ്തുവിലേക്ക് നോക്കുക. കാരണം ക്രിസ്തുവാണ് പൂർത്തീകരിച്ചവൻ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ക്രിസ്തുവിനെ നോക്കുക. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകേണ്ടതിന്. നമ്മുടെ ഉള്ളിൽ വിശ്വാസത്താൽ വസിക്കേണ്ടത് ആമേൻ പൂർത്തി വരുത്തിയവനായ ക്രിസ്തുവേശുവാണ്.
എന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ അധൈര്യപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ അകത്ത് ക്രിസ്തു ഇരിപ്പുണ്ടെന്നുള്ള കാര്യമൊക്കെയും മറന്നുപോകും. ആ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിസ്തുവിനെ തന്നെ ഫോക്കസ് ചെയ്യുക. നമ്മുടെ ശ്രദ്ധ ക്രിസ്തുവേശുവിനെ തന്നെ കേന്ദ്രീകരിക്കുക. മറ്റു മനുഷ്യനെയോ മറ്റു സാഹചര്യങ്ങളിലെ നോക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടി നിർത്തുക. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, ആദ്യമേ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. മറ്റുള്ള മനുഷ്യരെ നോക്കുന്നവരുണ്ട്. അവർ ദൈവമക്കളായിട്ട്, അവർ വിശ്വാസികളായിട്ട് അവരിങ്ങനെയല്ലേ കാണിക്കുന്നേ, അവരങ്ങനെയല്ലേ കാണിക്കുന്നേ, അവരെങ്ങനെയും കാണിക്കട്ടെ, അത് നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മളോട് നോക്കാൻ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക എന്നുള്ളതാണ്. തനിക്ക് നേരിട്ട കഷ്ടം അത് മുഖാന്തരമായിട്ട് ധൈര്യം ചോർന്നു പോയിരിക്കുന്ന, ഭയം വന്നിരിക്കുന്ന എഫെസോസിലെ വിശ്വാസികൾക്ക് പൗലോസ് അപ്പോസ്തലൻ തന്നെ എഴുതുകയാണ്, നിങ്ങൾ മടുത്തു പോകാതിരിക്കേണ്ടതിന്, നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകാതിരിക്കേണ്ടതിന് എൻ്റെ കഷ്ടങ്ങളെ നിങ്ങൾ ഇന്ന് നോക്കരുത്. നിങ്ങളിന്ന് നോക്കേണ്ടുന്നത് ക്രിസ്തുവേശുവിനെയാണ്. ഇന്ന് തൻ്റെ കഷ്ടങ്ങളെ താൻ കാണുന്നത് അത് നിങ്ങളുടെ മഹത്വമാകുവാൻ പോകുകയാണ്. ഇന്ന് ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോരുമ്പോൾ ഇന്ന് പല ചോദ്യങ്ങളില്ലേ അകത്ത്. എന്തുകൊണ്ടാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? ആ ചോദ്യത്തിനുള്ള മറുപടി, ആ സാഹചര്യം ഒന്നും നിങ്ങളെ തകർക്കുവാനല്ല, നിങ്ങളുടെ മഹത്വമാകുവാൻ പോവുകയാണ്. ആ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നതുകൊണ്ടാണ് ക്രിസ്തുവേശുവിനെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിച്ചത്. അതുകൊണ്ട് വചനം പറയുന്നു, ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും വരം നൽകണം. ഈ കാര്യത്തിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും നമ്മളുടെ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കത്തില്ല. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളെ നോക്കുമ്പോൾ നമ്മൾ ധൈര്യം ചോർന്നു പോകുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുമ്പോൾ അകത്തെ മനുഷ്യൻ നമ്മളോട് പറയും, നിൻ്റെ അകത്ത് ജയിച്ചവനായ ക്രിസ്തു ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഈ സാഹചര്യത്തെ നിനക്ക് ജയിക്കുവാൻ സാധിക്കും. നിന്നെ വിഴുങ്ങിക്കളയുമെന്ന് പറയുന്ന ഈ പ്രതിസന്ധിയെ നിനക്ക് ജയിക്കുവാൻ സാധിക്കും. കാരണം നിൻ്റെ അകത്ത് ജയിച്ചവനായ ക്രിസ്തുവേശു, പൂർത്തീകരിച്ചവനായ ക്രിസ്തുവേശു നമ്മുടെ അകത്ത് വസിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത, എന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിക്കേണ്ടതിന് അവിടെ താൻ പ്രാർത്ഥിക്കുകയാണ്. അത് നമ്മൾ വിശ്വസിക്കുവാൻ ദൈവം നമുക്ക് വരം നൽകേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത് വിശ്വസിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ധൈര്യപ്പെടും. പ്രിയ ദൈവമക്കളെ, ക്രിസ്തു ആണ് അകത്തെ മനുഷ്യൻ്റെ സ്ട്രെങ്ത്. ക്രൈസ്റ്റ്, അയക്കപ്പെട്ടവനായ ക്രിസ്തു, അഭിഷിക്തനായ ക്രിസ്തു, ദ അനോയിന്റഡ് വൺ, ആ ക്രിസ്തുവാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ആമേൻ സ്ട്രെങ്ത്, ബലം. അപ്പോൾ ആ ക്രിസ്തുവേശുവിലാണ് ഞാൻ നിലനിൽക്കുന്നുള്ള തിരിച്ചറിവ് ഞാൻ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ ധൈര്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മളിപ്പോൾ തീർന്നു പോകുന്ന പറയുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഉള്ളിലെ ആത്മാവ് സംസാരിക്കും, നിൻ്റെ അകത്ത് ക്രിസ്തു വസിക്കുന്നുണ്ട്. ക്രിസ്തു വസിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് ധൈര്യം വരുന്നത്. നീ സാഹചര്യത്തെ നോക്കണ്ട മകനെ, നീ ക്രിസ്തുവിനെ നോക്ക്. ഈ സാഹചര്യത്തെ ജയിച്ച ക്രിസ്തുവേശു നിൻ്റെ അകത്തിരിക്കുന്നത് കൊണ്ട് നിൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിന്ന് നിനക്ക് ജയിക്കുവാൻ സാധിക്കും. നിന്നെ തകർക്കുമെന്ന് പറയുന്ന ഈ വിഷയത്തിൻ്റെ അകത്ത് നിന്ന് നിനക്ക് ജയമുണ്ട് എന്ന് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവേശു തൻ്റെ വചനം നമ്മളോട് സംസാരിക്കും. ആദാമിൻ്റെ സ്വഭാവം നമ്മളോട് പറയും, നീ തീർന്നു പോയെന്ന്. എന്നാൽ ക്രിസ്തുവിൻ്റെ ആമേൻ ആ നേച്ചർ നമ്മുടെ അകത്തിരുന്ന് നമ്മളോട് പറയും, ഇത് നിൻ്റെ മഹത്വമാകുവാൻ പോവുകയാണ്. പൗലോസ് അപ്പോസ്തലനുണ്ടായ കഷ്ടം എഫെസോസിലെ വിശ്വാസികളുടെ മഹത്വമാകുവാൻ പോകുകയാണ് എന്ന് പൗലോസ് പറയുന്നതിൻ്റെ ധൈര്യം ഇതാണ്. ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും അത് നമ്മുടെ മഹത്വം ആണ്.
ഏത് പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തിൽ അത് മഹത്വമാകുവാൻ പോവുകയാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവേശു ബലപ്പെടുമ്പോൾ, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ നമുക്കത് തിരിച്ചറിയുവാൻ സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് എപ്പോഴൊക്കെ 24 മണിക്കൂറും 365 ദിവസവും നമുക്ക് ആ ബോധ്യത ഉണ്ടായിരിക്കണം എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്നുള്ള ബോധ്യതയിൽ, ആ ഉറപ്പിൽ, ആ ധൈര്യത്തിൽ വേണം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുവാൻ. അപ്പോൾ സാഹചര്യങ്ങളിൽ അധൈര്യപ്പെട്ടു പോകാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവേശു നമ്മളെ സഹായിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ യേശു ക്രിസ്തുവിനെ നോക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന ആ വേദഭാഗം നമുക്ക് ഒരിക്കൽ കൂടെ വായിച്ച് മുന്നോട്ട് പോകാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ ധ്യാനിക്കേണ്ടത് ക്രിസ്തുവേശുവിനെയാണ്. യേശു ക്രിസ്തുവിനെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുകയും നമ്മുടെ ജീവിതത്തിൽ തകർന്നു പോയേക്കാവുന്ന പല സാഹചര്യങ്ങളിലും നമ്മളെ അത് ജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ക്രിസ്തുവേശുവിനെയാണ്. ക്രിസ്തുവേശു നമ്മുടെ അകത്തെ മനുഷ്യനുള്ള ധൈര്യം പകർന്നു തരട്ടെ, ബലം പകർന്നു തരട്ടെ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാലേ ഈ സാഹചര്യങ്ങളൊക്കെയും നമുക്ക് ജയിക്കുവാൻ സാധിക്കത്തുള്ളൂ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത ആഴ്ചയിലും ഇതേ കാര്യം തന്നെ കണ്ടിന്യൂ ചെയ്യുവാൻ ദൈവത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്, ശരണപ്പെടുകയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സകല സാഹചര്യങ്ങളെ നോക്കി ഭയപ്പെട്ടിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ധൈര്യവും വിശ്വാസവും പകർന്നു തരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ഇന്ന് ഈ വചനത്താൽ ബലപ്പെടുത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ മക്കളെ തിരുകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ മക്കളുടെ ആമേൻ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാൻ തക്കവണ്ണം ആ പുതുമനുഷ്യനെ, അകത്തെ മനുഷ്യനെ കർത്താവേ സ്തോത്രം ബലപ്പെടുത്തുന്ന ദൈവകൃപ ഇന്ന് മക്കളോട് ഇടപെടുന്നതിനായി സ്തോത്രം. ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ ക്രിസ്തുവേശുവിൽ തന്നെ ശ്രദ്ധ വെച്ച് ക്രിസ്തുവേശുവിനെ ധ്യാനിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് ഈ മക്കളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ഈ മക്കളുടെ ജീവിത സാഹചര്യങ്ങളിൽ വ്യക്തമായ ഒരു ജയം കർത്താവ് ഈ മക്കൾക്ക് നൽകുന്നതിനായി സ്തോത്രം. എല്ലാ എതിരുകളും മാറിപ്പോകട്ടെ. ഇന്ന് ഈ മക്കൾ അനുഭവിക്കുന്ന കഷ്ടനഷ്ട വേദനകൾക്കകത്ത് നിന്ന് എൻ്റെ കർത്താവെ അത്ഭുതകരമായി മക്കളെ വിടുവിക്കുന്നതിനായി സ്തോത്രം. അതിനു മുന്നമേ തന്നെ കർത്താവ് ഈ മക്കളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകളാലും നിറച്ചതിനായി നന്ദി. പ്രാർത്ഥന കേട്ട നല്ല കരുണയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ, സ്തോത്രം. എല്ലാവിധ നന്മകളാലും കർത്താവ് നിങ്ങളേവരെയും നിറച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.